എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണം ഒരു വെറൈറ്റി ചിക്കൻ കറി. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ 1 കിലോ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ടോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ഈ ചിക്കൻ കറിയിലേക്ക് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ മീഡിയം സൈസ് സവാളയാണ് 2 എടുത്തത്. അതിലത്തെ 1.5 സവാള ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സവാള ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എണ്ണ ചിക്കൻ വഴറ്റുമ്പോൾ അതിലേക്ക് ചേർത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് 1.5 സവാളയുടെ അളവാട്ടോ. ഒരു മീഡിയം സൈസ് 1.5 സവാളയാണ് അത്. 1.5 സവാള. പിന്നെ അതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഞാനിങ്ങനെ കഷ്ണം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കാന്താരി ആട്ടോ ചേർക്കുന്നത്. റെഡ് ചില്ലി എന്നല്ല, അത് പഴുത്ത കാന്താരി ഉണ്ട്, പച്ച കാന്താരി ഉണ്ട്. എരിവിനനുസരിച്ചിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കും. പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയിലായിട്ടാണ് ഇഞ്ചി 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ വെളുത്തുള്ളി. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 3 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ട. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു പിടി മല്ലിയില. ഇതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇനി നമുക്കിതെല്ലാം കൂടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനൊരോട് കടായി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക് അതെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇറക്കി കൊടുക്കാം. ഇത് പൊട്ടുകടലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതൊന്ന് ഉള്ളി വഴന്ന് വരുമ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനകത്ത് വറവ് വേണ്ടത്. നിങ്ങൾ ചിക്കൻ കറി ഇതേപോലെ ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് കാന്താരിയുടെ ചേർത്ത് ഉണ്ടാക്കുന്നത്. ഇത് കാന്താരി ചേർക്കുമ്പോൾ അത് തുറക്കി തോന്നും. നോക്കണേ, മാറിയിട്ടുണ്ട് വേണം. അതൊന്ന് വഴന്ന് വരട്ടെ. ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ച് പൊട്ടുകടലയുടെ കൂട്ടൊക്കെ ഉണ്ടല്ലോ, പൊട്ടുകടല, പെപ്പർ, അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുക്കർ അടുപ്പിൽ വെക്കാം കേട്ടോ. കുക്കർ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് മാറ്റി വെക്കാം. അപ്പം അതിനോട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാക്കി എടുത്ത് വെച്ചൊരു ഹാഫ് പോർഷൻ സവാള ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ കുക്കർ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്തെ സ്റ്റൗവിലുള്ള ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കരിഞ്ഞ് പോകുന്നില്ല, കരിഞ്ഞ് പോവാതെ നോക്കണം. ഒന്ന് ഇളക്കി കൊടുക്കും. ഞാനിപ്പോൾ പണി വേഗം കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 സ്റ്റൗ വെച്ചത്. ഇതിലേക്ക് തേങ്ങ വേണമെങ്കിൽ ചേർക്കാട്ടോ, കുറച്ച് തേങ്ങ. പക്ഷേ ഞാനിപ്പോൾ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്നു. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കും. ചിക്കൻ ഈ എണ്ണയിൽ കടന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റണം. ഞാനിതിലേക്ക് പൊട്ടുകടല ചേർക്കും. പൊട്ടുകടല, കുരുമുളക്, ഗ്രാമ്പു, എന്നിട്ട് ഇതൊന്ന് വഴന്ന് വരുമ്പോൾ പിന്നെ മല്ലിയില ചേർത്ത്. ഇതിവിടെ
റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പ ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പാന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു സവാളയൊക്കെ വഴറ്റാൻ വെച്ചിട്ടില്ലേ, ഇതെന്തായി നോക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് തക്കാളി 2 എണ്ണം ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളിയാണെന്ന് വെച്ചാൽ 1 എണ്ണം മതി. ചെറുതായതുകൊണ്ട് ഞാൻ 2 എണ്ണം ചേർത്ത്. തക്കാളി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കും. മല്ലിയില ഒന്ന് കട്ട് ചെയ്ത് വഴറ്റിയതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിയിലാക്കിയിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് തട്ടും. ചൂടോടുകൂടെ മിക്സിയിൽ ഇടരുട്ടോ, നന്നായി ചൂടാറണം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അറിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മിക്സിയുടെ ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ചേർക്കാം. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കും ചെയ്യരുത്. ഇതിൽ തേങ്ങ ചേർക്കാത്തല്ലേ. നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്തിട്ട് അരയ്ക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ കൊഴുപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കും. ഞാനത് ചേർക്കും. ഇത്രയും ഗ്രേവി. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് 2 വിസിലടുപ്പിക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിപ്പിക്കണേ. അടുത്ത റെസിപ്പി